ഡോക്ടർ സമ്പത്ത്, നമുക്ക് ഈ കോൺഗ്രസിൻ്റെ പൊതുവേ ഉള്ള അവസ്ഥയൊക്കെ നമുക്കറിയാം. അവർ ഈ കേരളത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയമായ വെല്ലുവിളികളെ നേരിടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇല്ല എന്നുള്ളത് താങ്കൾ നേരത്തെ പറഞ്ഞതാണ്. ആ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് പ്രസക്തമായി സ്പെസിഫിക്കായി എടുത്ത് ചോദിക്കാനുള്ളത് താങ്കളോട് ഈ കാര്യമാണ്. പാലോട് രവി പറഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെ കോൺഗ്രസ്സിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നും BJP വലിയ വെല്ലുവിളിയായി വരുമ്പോൾ അത് മനസ്സിലാക്കി CPM മുന്നോട്ട് പല കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട് എന്നും അതിന് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്ത താഴെത്തട്ടിലെ കോൺഗ്രസ് പാർട്ടിയെ അത് വളരാൻ അനുവദിക്കാതെ നേതാക്കന്മാർ കാലുവാരി നിലത്തടിക്കുന്ന അവസ്ഥ ഇവിടെ ഉണ്ടെന്ന് പാലോട് രവി പറയുമ്പോൾ അത് വലിയ കാര്യമായിട്ട് എടുക്കാതെ നിൽക്കുന്ന ഒരു കോൺഗ്രസ് ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നും താങ്കൾ ഒരു എതിർചേരിയിലാണെങ്കിലും മതേതര രാഷ്ട്രീയത്തെ മുന്നോട്ട് കാണുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് അത് കാണുന്നുണ്ടോ? ഡോക്ടർ ലാലെ, ഇപ്പോൾ ശ്രീ പാലോട് രവിയുടെ ആ ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മളാരും തന്നെ താങ്കൾ ഉൾപ്പെടെ ഇതിലൊന്നും നമ്മളൊരു ഒരു റൈറ്റ് ടു പ്രൈവസി എന്നുള്ളത് അതിലൊരു കടന്നുകയറ്റം നടത്താൻ നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യം അത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. ഞാൻ അതിനെപ്പറ്റി മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്ന് അങ്ങനെ ആ ഗവൺമെൻറ് അധികാരത്തിൽ വരില്ല എന്ന് വല്ലാതെ ശാഠ്യം പിടിച്ച UDFൻ്റെ നേതാക്കളുണ്ട്. ഇതുപോലെ പല ടെലിവിഷൻ ചർച്ചകളിലും വന്നിരുന്ന പല ആളുകളും അന്ന് പറഞ്ഞത് എന്ത് സംഭവിച്ചാലും നിങ്ങൾ അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞത്. ശരി, അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരികയാണ്. ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ കോൺഗ്രസിൻ്റെ വിവിധ നേതാക്കൾ, ഞാൻ പല ടെലിവിഷൻ ചർച്ചകളിലും എനിക്ക് ഇപ്പോൾ ഡോക്ടർ ലാലെ നിങ്ങളുടെ എല്ലാം ഒരു ക്ഷണം അനുസരിച്ച് എനിക്ക് തോന്നുന്ന ഞാനൊരു ഏതാണ്ട് ഒരു 2500-3000 ടെലിവിഷൻ ചാനൽ ചർച്ചകളിൽ മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ ആയി പലപ്പോഴായി അത്തരത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടാവും. അവർ പറഞ്ഞു ഇത് സെമി ഫൈനലാണ്. അത് UDFൻ്റെ ഉന്നതരായ നേതാക്കളടക്കം പറഞ്ഞു ഇത് സെമി ഫൈനലാണ്, നിങ്ങളിവിടെ പരാജയപ്പെടും, ഒരു ഗവൺമെൻറ്റിൻ്റെ കാലത്തും ആ മുന്നണി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടില്ല എന്നുള്ളത്. അതും അവർ ചൂണ്ടിക്കാണിച്ചു. കാരണം UDF അധികാരത്തിലിരുന്നപ്പോൾ അത്തരത്തിൽ LSGD തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ LDF ആണ് ജയിച്ചത് എന്നുള്ളതും VSൻ്റെ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ LDFന് പ്രതീക്ഷിച്ച വിജയം നേടാനായി കഴിഞ്ഞില്ല എന്നുള്ളതും ഈ കാര്യത്തിൽ അവർ ചൂണ്ടിക്കാണിച്ചു. ശരി, അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഒരു വമ്പിച്ച വിജയം LDF നേടി. അങ്ങനെ ആ വിജയം നേടിയതിന് ശേഷം മാസങ്ങൾക്കുള്ളിൽ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ LDF തോറ്റു എന്നുള്ളത് ശരിയാണ്. കാരണം സീറ്റുകൾ അധികം കിട്ടിയില്ലെങ്കിൽ തോറ്റെന്ന് തന്നെ പറയണമല്ലോ. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് 5 കൊല്ലം UDF 5 കൊല്ലം LDF എന്ത് സംഭവിച്ചാലും കേരളത്തിൻ്റേതായ ഒരു ചരിത്രം അങ്ങനെയാണ്. നിങ്ങളിനി എന്തൊക്കെ ചെയ്താലും, നിങ്ങളിനി ആപത്തിൽ രക്ഷകരായി വന്നാലും, നിങ്ങളുടെ ചങ്കെടുത്ത് കൊടുത്താലും കേരളത്തിൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ മാധ്യമങ്ങളടക്കമുണ്ട്. തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണുന്നതിന് മുമ്പ് തന്നെ ഈ വോട്ടെണ്ണി മണിയാശാൻ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ, എങ്ങനെ ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ള പല ആളുകളും അവരടക്കം തോറ്റുവെന്ന് പ്രഖ്യാപിച്ച വളരെ പേര് കേട്ട പല സ്വകാര്യ ടെലിവിഷൻ ചാനലുകളുമുണ്ട്. ഞാൻ പേരൊന്നും പറയാനില്ല. അപ്പോൾ ഇപ്പോൾ അത് ആ ഗവൺമെൻറ്റിൻ്റെ രണ്ടാം പിണറായി സർക്കാർ ഉറപ്പാണ് LDF എന്ന് പറഞ്ഞപ്പോൾ അതിനെ കളിയാക്കി ആക്ഷേപിച്ചു ഒരുപാട് ട്രോളുകളെല്ലാം വന്നു. ഇപ്പോൾ തുടരും എന്നത് LDFൻ്റേതായിട്ടുള്ള ഈ ജനക്ഷേമ പരിപാടികൾ അത് തുടരും എന്നതും ഈ രാഷ്ട്രീയം പടരും എന്നുമുള്ളത് ഞാനത് സൂചിപ്പിക്കാൻ കാരണം, ഇപ്പോൾ നമ്മൾ ഈ കാര്യത്തിൽ ഇപ്പോൾ ശ്രീകുമാർ ചൂണ്ടിക്കാണിച്ചത് നന്നായി. എന്താണെന്നറിയോ, ഈ ഗരീബി ഹഠാവോ എന്നുള്ളൊരു മുദ്രാവാക്യം ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് വന്നത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ യശസ്വരീയനായ ഓംചേരി സാറാണ് അത് പറഞ്ഞു കൊടുത്തതെന്നാണ്. ഡൽഹിയിലായിരുന്നു അദ്ദേഹം, എഴുത്തുകാരനും നാടകകൃത്തുമൊക്കെ ആയിട്ടുള്ള ഓംചേരി സാറ്. എൻ്റെ അറിവ് അതാണ്. ആ മുദ്രാവാക്യം നിങ്ങളൊന്ന് നോക്കിയേ. ഈ കേരളത്തിൽ ഈ നവംബർ 1-ാം തീയതി ആകുമ്പോൾ അതിദരിദ്രരില്ലാത്ത, മോസ്റ്റ് പോവർട്ടി എന്ന് നമ്മൾ പറയുമല്ലോ, അതിദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ സംസ്ഥാനമായി കേരളം മാറാൻ പോവുകയാണ്. അപ്പോഴും നമ്മുടെ മുന്നിലേക്ക് അവിടെ UPയിൽ നിന്ന്, അപ്പുറത്ത് മധ്യപ്രദേശിൽ നിന്ന്, പിന്നെ ഈ രാജസ്ഥാനിൽ നിന്നടക്കം ഈ സ്ത്രീകൾ കുട്ടികളെയും കൊണ്ട് നമ്മുടെ ഈ ട്രാഫിക് ഐലൻഡിൻ്റെ മുന്നിലെല്ലാം വന്ന് നമ്മുടെ മുന്നിലേക്ക് ഇരക്കുകയാണ്. മലയാളി അത്തരത്തിലല്ല. എന്നാൽ മാത്രമല്ല, ഏറ്റവും പുതിയ പഠനം വന്നിട്ടുണ്ട്. ഈ കേരളത്തിലെ 95% കുടുംബങ്ങൾക്കും സ്വന്തമായി ഭവനമുണ്ട് എന്നുള്ളത്. ഇന്ത്യയിൽ അങ്ങനെ ഒരു സംസ്ഥാനമേ ഉള്ളൂ, അത് കേരളമാണ്. അപ്പം ഞാനിപ്പോൾ ഇത് ചുരുക്കുന്നതിന് ഒറ്റ മിനിറ്റ്, 2025 നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അല്ലേ? കോർപ്പറേഷൻ, ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തെല്ലാം തെരഞ്ഞെടുപ്പ്. ശരി,
2020 5 കൊല്ലത്തിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പുണ്ടല്ലോ. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ കാര്യാലയം ഈ സ്റ്റുഡിയോയുടെ വളരെ അടുത്താണ്. LDFന് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടി. അത് 100 സീറ്റുള്ളതിൽ LDFന് 52 സീറ്റ് കിട്ടി. അപ്പോൾ അതിനു മുമ്പ് 5 കൊല്ലത്തിന് അതിനു മുമ്പ് നമ്മൾ 2015 ഒരു തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ഈ സീറ്റുകൾ, വാർഡുകളുടെ എണ്ണം വല്ലാതെ ചുരുങ്ങിയത്? പഴയൊരു ഇംഗ്ലീഷ് സിനിമ പോലെ ഈ കോൺഗ്രസ്സിലെ നേതാക്കൾക്ക് പറയാം, ഹണി ഐ ഷങ്ക് അവർ കിഡ്സ് എന്ന് പറഞ്ഞല്ലോ. കുട്ടികളെ ഇങ്ങനെ ഏതോ ഒരു പ്രത്യേക ലേസർ രശ്മി അറിയാതെ പറ്റിപ്പോയി കുട്ടികൾ ചുരുങ്ങിപ്പോയതുപോലെ അത്തരത്തിൽ കോൺഗ്രസിൻ്റേതായുള്ള വാർഡുകൾ വല്ലാതെ ചുരുങ്ങി, വോട്ടുകൾ BJPയിലേക്ക് പോയി, BJPക്ക് അവർക്ക് പെട്ടെന്ന് കൂടുതൽ സീറ്റ് കിട്ടുന്ന നിലയിലേക്ക് വന്നു. ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അവസ്ഥ എന്താണ്? UDF എവിടെയാണ് നിൽക്കുന്നത്? 100 അംഗങ്ങളുള്ള തിരുവനന്തപുരം നഗരസഭയിൽ 10 എന്നുള്ളിടത്താണ് നിൽക്കുന്നത്. ഇവിടെ ശ്രീ പാലോട് രവി പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്. ഇവിടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും BJP പണത്തിൻ്റേതായ ഒഴുക്ക്, പണത്തിൻ്റേതായ കൊഴുപ്പ് അത് തന്നെയാണ് നടത്തുന്നത്. ഇവിടെ കൊടകരയിലെ കുഴൽപ്പണ ഇടപാടടക്കം പല കാര്യങ്ങളും അന്വേഷണ വിധേയമാണല്ലോ. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറാകുന്നില്ലല്ലോ. കാരണം എങ്ങനെ യജമാനം വേലി ചാടിയാൽ പിന്നെ അവിടെ എങ്ങും ഈ നായ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, കുറയ്ക്കുന്നൊരു പ്രശ്നവുമില്ല എന്നുള്ള നിലയിലേക്ക് ഈ നാട്ടിലെ പൊതുമേഖല ഈ നാടിനെ തന്നെ വിറ്റുതൊളിച്ചുകൊണ്ട് ആ വിധത്തിൽ അതിൻ്റേതായിട്ടുള്ള കിക്ക് ബാക്കുകൾ പല രീതിയിൽ കിട്ടുന്നത്, ഈ അനധികൃതമായ പണം ഇങ്ങനെ ഈ പലയിടത്തേക്ക് കോൺഗ്രസ് ആണ് ശോഷിക്കുന്നത്. അതാണ് ഞാനിപ്പോൾ അത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നവർ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ്. ഞങ്ങൾക്കിതിൽ അമിതമായ ആത്മവിശ്വാസമൊന്നുമില്ല. കോൺഗ്രസിൻ്റെ നേതാക്കൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്തിരുന്നാലും ഈ LDFനെ സംബന്ധിച്ച് ഇത് എണ്ണയിട്ട യന്ത്രം പോലെ ചലിക്കുകയും മുന്നോട്ട് പോവുകയും തന്നെയാണ് ചെയ്യുക. തെരഞ്ഞെടുപ്പുകൾ വരും പോകും, ജയിക്കലും പരാജയപ്പെടലും എല്ലാം അവിടെ ഉണ്ടാവും. ജയിക്കാൻ വേണ്ടി തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഉള്ള വാർഡുകളും സീറ്റുകളും നിലനിർത്തി ഈ പറയുന്നത് അടുത്ത അധികാരത്തിൽ ഒരു 3-ാം ഊഴത്തിലേക്ക് അങ്ങനെ തുടരും എന്നത് ഉറപ്പാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ.